ഹാവ് എവരി വൺ ഫ്രണ്ട്സ്, നിങ്ങൾ ഒരിക്കലെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഒരാളുമായി വെറുതെ സംസാരിച്ചാൽ പോലും നിങ്ങൾക്ക് പെട്ടെന്ന് ക്ഷീണം തോന്നിയിട്ടുണ്ടോ? ഭാരമുള്ള ജോലി നിങ്ങൾ ചെയ്തിട്ടില്ല, മാരത്തോൺ ഓടിയിട്ടില്ല, എന്നാലും നിങ്ങളുടെ എനർജി മുഴുവൻ പോയതുപോലെ തോന്നും. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? കാരണം ചിലർ നിങ്ങളുടെ സമയമല്ല, നിങ്ങളുടെ ഊർജമാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഡിസിപ്ലിൻ ചലഞ്ചിന്റെ 5-ാം ദിവസമാണ്. ഈ ദിവസത്തിലാണ് നിങ്ങൾ ഒരു സത്യം തിരിച്ചറിയുന്നത്. നിങ്ങൾ നിങ്ങളുടെ ജോലി കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്, അച്ചടക്കത്തോടെ മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ ചില ആളുകളുമായി സംസാരിച്ചാൽ പെട്ടെന്ന് നിങ്ങൾക്ക് എനർജി നഷ്ടപ്പെട്ടതുപോലെ തോന്നും. അവർ സാധാരണയായി ഇങ്ങനെ ആയിരിക്കും തുടങ്ങുക. ചില ഒരു ചെറിയ ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. പക്ഷെ ഒരു 40 മിനിറ്റുകൾക്ക് ശേഷം നിങ്ങൾ ഇമോഷണലി തളർന്നിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. അവർക്കാണെങ്കിലോ അവരിപ്പോൾ നല്ല ഉന്മേഷത്തിലായിരിക്കും. ഇത് യാദൃശികമല്ല, ഇതാണ് എനർജി സ്റ്റീലിംഗ്. നിങ്ങളുടെ എനർജി എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണ്. 5-ാം ദിവസത്തിന്റെ ഒരു നിയമമുണ്ട്, വളരെ സിമ്പിളാണ്. ഒരു ദിവസം മാത്രമാണ്. എല്ലാവർക്കും ഇമോഷണലി നിങ്ങൾ അവൈലബിൾ ആകാതിരിക്കുക. ദേഷ്യത്തോടെയല്ല, ഒരു ഡ്രാമ ഇല്ലാതെ വെറുതെ ഒരു അൺഅവൈലബിൾ ആയിരിക്കുക. എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതില്ല, ഓരോ മെസ്സേജിനും ഉടൻ റിപ്ലൈ നൽകരുത്, ഓരോ കോൺവെർസേഷൻ നിങ്ങൾ ക്യാരി ചെയ്യേണ്ടതില്ല. ഷോർട്ട് ആൻസേഴ്സ്, കാം കോൺവെർസേഷൻസ്, ലെസ് ഇമോഷൻ. ഇവിടെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കാര്യം നടക്കും. നിങ്ങളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നിർത്തിയാൽ മിക്ക ആളുകളും അത് ശ്രദ്ധിക്കുന്ന പോലും ഉണ്ടാവില്ല, നോട്ടീസ് ചെയ്യുന്നില്ല. ലോകം ഇവിടെ തകർന്നു പോയിട്ടുണ്ടോ? തകർന്നും പോകില്ല. കാരണം പല സംഭാഷണങ്ങളും അത്യാവശ്യമായിരുന്നില്ല എന്ന് അപ്പോൾ മനസ്സിലാക്കും. അവ വെറും ശീലങ്ങൾ മാത്രമായിരുന്നു, അച്ചടക്കത്തെ നിശബ്ദമായി കൊല്ലുന്ന ശീലങ്ങൾ. ഒരിക്കൽ വാറൻ ബഫറ്റ് ഇങ്ങനെ പറഞ്ഞു, സക്സസ്ഫുൾ പീപ്പിളിനും വെരി സക്സസ്ഫുൾ പീപ്പിളിനും ഇടയിൽ ഒരു വ്യത്യാസമുണ്ട്. വെരി സക്സസ്ഫുൾ പീപ്പിൾ ആൾമോസ്റ്റ് എവരിത്തിങ്ങിനും നോ പറയാൻ അറിയുന്നവരാണ്. അവർ ആളുകളെ വെറുക്കുന്നത് കൊണ്ടല്ല, അവർ അവരുടെ എനർജിയെ ബഹുമാനിക്കുന്നത് കൊണ്ടാണ് ഈ ഒരു പ്രാക്ടീസ് അവർ നിരന്തരം ചെയ്യുന്നത്. 5-ാം ദിവസത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത് വളരെ സിമ്പിളാണ്. നിങ്ങൾ ആരോട് മാർഗ്യൂ ചെയ്യേണ്ടതില്ല, ഓവർ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതില്ല. നിങ്ങളുടെ ഫോക്കസ് പ്രൊട്ടക്ട് ചെയ്യുക. ഒരു കാര്യം നിങ്ങളുടെ ആക്ഷൻ ആവശ്യപ്പെടുന്നില്ലെങ്കിൽ അതിന് നിങ്ങളുടെ ഇമോഷൻ പോലും ആവശ്യമില്ല. സുഹൃത്തുക്കളെ, ദിവസത്തിന്റെ അവസാനം നിങ്ങൾ തിരിച്ചറിയും, നിങ്ങൾക്ക് ഇപ്പോൾ ക്ഷീണമില്ല. കാരണം നിങ്ങൾ നിങ്ങളുടെ എനർജി സംരക്ഷിക്കാൻ പഠിച്ചു. ഡിസിപ്ലിനുള്ള ആളുകൾ മറ്റുള്ളവരെക്കാൾ മോട്ടിവേറ്റഡ് അല്ല, അവർ അവരുടെ സമയം ആർക്കൊക്കെ നൽകണം എന്നത് കൂടുതൽ ശ്രദ്ധിച്ച് തീരുമാനിക്കുന്നവരാണ്. അത്തരത്തിൽ ഏവർക്കും മികച്ച വിജയം കരസ്ഥമാക്കാനും ഒരു ഡിസിപ്ലിൻ ലൈഫ് സ്റ്റൈൽ ക്രിയേറ്റ് ചെയ്യാനും ഏവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഹാവ് എ ഗ്രേറ്റ് ഡേ.